ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ണറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുവ ഫ്രൈ ആണ് കേട്ടോ. ചെറിയ കൊഴുവ വെച്ചിട്ട് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. കൊഴുവ ചെറിയ കൊഴുവയാണ് ഞാൻ എടുക്കുന്നത്. 250 ഗ്രാമോളം കൊഴുവ ഉണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട മസാലക്കൂട്ടുകൾ കാണിക്കാം. കൊഴുവയ്ക്ക് മസാല ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 250 ഗ്രാമല്ലേ ഉള്ളൂ നമ്മുടെ കൊഴുവ. അപ്പോൾ മുളക് പൊടിയാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. മുളക് പൊടി ഒരു 2.5 സ്പൂണോളം മുളക് പൊടി. നമ്മളെ കൊഴുവയ്ക്ക് നല്ല കളറൊക്കെ വേണം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. 2.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/4 സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽ മുളക്, നല്ല നമ്മുടെ സാധാരണ വറ്റൽ മുളക് ഉണ്ടല്ലോ, ചുവന്ന മുളക്, ആ മുളക് അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇത് 1 സ്പൂണ്. അതുപോലെ തന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 സ്പൂണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ഉപ്പിൻ്റെ അളവ് കൃത്യമല്ല, നിങ്ങളുടെ അളവനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം, 1 അല്ലെങ്കിൽ 2 സ്പൂണ് വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഈ മിക്സ് ശരിയാക്കി വെച്ച ശേഷം എപ്പോഴാണോ കൊഴുവ വറുക്കെടുക്കുന്നത് ആ സമയത്ത് നമുക്ക് ഒരു 2 സ്പൂണോളം അല്ലെങ്കിൽ കൂടി 3 സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആ സമയത്ത് കോൺഫ്ലവർ ചേർത്ത ശേഷം അപ്പോൾ തന്നെ വറുത്തെടുക്കണം കേട്ടോ. അല്ലാണ്ട് കോൺഫ്ലവർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കുറേ നേരം വെക്കരുത്. അപ്പോൾ എപ്പോഴും വറുക്കുന്ന സമയത്ത് നിങ്ങൾ കോൺഫ്ലവർ ചേർത്താൽ മതി. കോൺഫ്ലവർ ഇങ്ങനെ 3 സ്പൂണ്, ഇങ്ങനെ ഇതൊരു സ്പൂണ്, ഇനി 3 സ്പൂണ് ചേർക്കണം കേട്ടോ. അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇതിൽ ഉപ്പിൻ്റെ അളവ് നോക്കുക. കോൺഫ്ലവർ ചേർത്തപ്പോൾ ഉപ്പിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഉപ്പ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കൊഴുവ് ഇട്ട് കൊടുത്തിട്ട് അപ്പട്ടൻ തന്നെ വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ ഓയിലൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുക്കണം. കുറേശ്ശെ ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ. നമുക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കണം. നല്ല ഫ്ലെയിമിൽ ഇതിന് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ നല്ല ഫ്ലെയിം നല്ല സ്പീഡിൽ വെച്ചിട്ട് വേണം, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, ഇത് വറുത്തെടുക്കാൻ കേട്ടോ. കൊഴുവ വറുത്ത് അവസാനത്തെ ഇതാണ് കേട്ടോ വറുത്തത്. നമ്മൾ കൂടുതൽ വീട്ടിലൊക്കെ ആകുമ്പോൾ ചെറിയ പാനിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഓരോന്നായിട്ട് മീൻ ഇട്ട് കൊടുത്തിട്ട് വേണം വറുക്കാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് വറുത്ത് പോരാം, അല്ലെങ്കിൽ ഇത് ഒട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ നെത്തോലി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം, മറക്കാതെ ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വിഭവങ്ങളുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ ബായ്.